5 ഫാൻറ്റാസ്റ്റിക് ലാർജ് ക്യാപ് സ്റ്റോക്സ്. ഗംഭീരമായി റിട്ടേൺ നൽകുന്ന 5 ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഷെയർ മാർക്കറ്റിൽ 20,000 കോടിയിൽ അധികം രൂപ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഷെയറുകളാണ് ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ലോ റിസ്ക് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ റിട്ടേൺ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഇൻവെസ്റ്റേഴ്സ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണിത്. മാസീവ് റിട്ടേൺ നൽകുന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ എന്നാൽ 20,000 കോടിയിലധികം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അതേസമയം മിഡ് ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് 5,000-നും 20,000-നും ഇടയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള കമ്പനികളാണ്. സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് 5,000 കോടിയിൽ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഷെയറുകളാണ്. ലാർജ് ക്യാപ് സ്റ്റോക്കുകൾക്ക് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ലിക്വിഡാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകൾ ഈ സ്റ്റോക്കുകൾക്ക് ധാരാളം വിൽപ്പനക്കാരും വാങ്ങുന്നവരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റേറ്റിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളില്ലാതെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് തന്നെ നമുക്ക് വിൽക്കാനോ വാങ്ങാനോ സാധിക്കും എന്നുള്ളതാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതിനാൽ തന്നെ ദേ ആർ ലെസ് വോളറ്റൈൽ, അതായത് വലിയ വ്യതിയാനങ്ങൾ ഇവയ്ക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളെക്കാളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെക്കാളും കുറച്ചുകൂടി സ്ഥിരതയുള്ളവയാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ. ഒരാളൊരു ലാർജ് ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതേ എമൗണ്ട് തന്നെ അയാളൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്തു. രണ്ടിൻ്റെയും റിട്ടേൺ 20% ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ലാർജ് ക്യാപ്പിനും 20% റിട്ടേൺ കിട്ടുന്നത്, സ്മോൾ ക്യാപ്പിനും 20% ആണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ റിസ്ക് കൂടുതലുള്ളത് സ്മോൾ ക്യാപ്പിലാണ്. സാധാരണയായിട്ട് ലാർജ് ക്യാപ്പിലാണ് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സേഫായിട്ടുള്ളത്. സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോയിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിഫ്റ്റി 50 ഇൻഡെക്സിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളായിട്ടുള്ള ഹൈ റിട്ടേൺ, മാസീവ് റിട്ടേൺ നൽകുന്ന 5 സുപ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തത് നമുക്ക് ലഭിക്കുന്ന ഹെൽത്തി പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടാണ്. ഈ കമ്പനികളെല്ലാം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത്തരം കമ്പനികൾക്ക് അവരുടെ ബാലൻസ് ഷീറ്റ് അവർ തയ്യാറാക്കും. അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് അവരുടെ ക്യാപിറ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ പടിപടിയായി വർദ്ധിച്ച് ഉയർന്ന നിലയിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലുള്ള നിക്ഷേപങ്ങൾ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു എക്സ്ട്രാ ബോണസായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ നിന്നുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത്തരം സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് സ്റ്റോക്കുകളിലേക്ക് വരാം. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഒരു സ്റ്റോക്ക്, അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഇത് FMCG ഹൗസ് ഹോൾഡ് സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കഴിഞ്ഞ അവസാന വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 14%. 3 വർഷമായി വില കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 93%. 4,67,051 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത്രയും കോടിയുടെ ഒരു
എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത് ഈ കമ്പനി നടത്തിയിട്ടുള്ളത്. ഈ ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 2117 രൂപയാണ്. നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷെയറാണത്. ഈ ഷെയർ ഇതിൻ്റെ മറ്റൊന്നുമല്ല, ഇതിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. NSE സിമ്പിൾ HINDUNILVR. ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണിത്. ഇതിൻ്റെ ബ്രാൻഡ് നിങ്ങൾക്കറിയാം, പല ബ്രാൻഡുകളുടെ അന്നപൂർണ, സാൾട്ട് ആൻഡ് ആട്ട, 3 റോസസ്, താജ്മഹൽ, റെഡ് ലേബൽ, ആക്ടിവിൽ, റിൻ, സർഫ് എക്സൽ, ക്ലോസപ്പ്, ഫെയർ ആൻഡ് ലവ്ലി, പിയേഴ്സ്, പെപ്സോഡൻറ്റ്, വാസലിൻ എക്സെട്ര. ഈ രൂപത്തിലാണ് അത് പോകുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഷെയറാണ്. ഈ ഷെയറിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ കഴിഞ്ഞ അവസാന വർഷത്തെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 17%. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഷെയറിൻ്റെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 42%. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1,55,159 കോടിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ഷെയറിൻ്റെ വില 1903 രൂപയാണ്. ഇന്ത്യയിലെ ഒരു വലിയ പെയിൻറ്റ് നിർമ്മാണ കോർപ്പറേഷനാണിത്. ഈ കമ്പനിയുടെ പേര് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം, പെയിൻറ്റ്സ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോം ഡെക്കോർ പ്രോഡക്ട്സ്, ബാത്ത് ഫിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ പെയിൻറ്റ്സ് എന്നാണ് ഇതിൻ്റെ സിമ്പൽ അറിയപ്പെടുന്നത്. അടുത്ത ഒരു കമ്പനി എന്ന് പറയുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, മൂന്നാമത്തെ ഷെയർ. ഇതിൻ്റെ റിട്ടേൺ ആണ് ഇനി ഞാൻ പറയുന്നത്. കഴിഞ്ഞ അവസാന വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 46%. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടുള്ള ശരാശരി റിട്ടേൺ എന്ന് പറയുന്നത് 61%. മാർക്കറ്റ് ക്യാപ്പ് 64,688 കോടിയാണ്. ഇത് പൂർണ്ണമായും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 4,264 രൂപയാണ്. ഇതിൻ്റെ സിമ്പൽ DRRE എന്നാണ് NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പ്രധാനമായിട്ടും ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങളാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. 190ഓളം മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ 60 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഗ്രീഡിയൻസ്, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, ക്രിട്ടിക്കൽ കെയർ ആൻഡ് ബയോടെക്നോളജി പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് ഇവരുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ. അടുത്ത ഒരു കമ്പനിയുടെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇതിൻ്റെ അവസാന വർഷ റിട്ടേൺ എന്ന് പറയുന്നത് 52%. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ കമ്പനി നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ശരാശരി 144%. ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1,56,340 കോടിയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ഫുഡ് സെക്ടറിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു വില 15,949 രൂപയാണ്. ഈ കമ്പനി മറ്റേതുമല്ല, നെസ്ലെ ഇന്ത്യയാണ്. ഇതിൻ്റെ സിമ്പൽ NESTLEIND എന്നാണ് NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം. നെസ്കഫെ, മാഗി, മിൽക്കി ബാർ, കിറ്റ് കാറ്റ്, ബാർവൺ, മിൽക്ക് മെയ്ഡ് ആൻഡ് നെസ്റ്റി എക്സെട്ര തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അടുത്തത് 5ാമതായിട്ട് നമുക്കുള്ള കമ്പനിയുടെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ അവസാന വർഷത്തെ ഈ കമ്പനിയുടെ റിട്ടേൺ 68%. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഉള്ള ശരാശരി റിട്ടേൺ എന്ന് പറയുന്നത് 73%.
3,23,624 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. പൂർണ്ണമായും ടെലികോം സെക്ടറിലാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 513 രൂപയാണ്. ഈ ഷെയറിൻ്റെ പേര് ഭാരതി എയർടെൽ. മൊബൈൽ സർവീസസ്, ഫിക്സഡ് ലൈൻ, ബ്രോഡ്ബാൻഡ്, അതുപോലെ തന്നെ വോയിസ് സർവീസസ് തുടങ്ങിയിട്ടുള്ളതാണ് ഇവരുടെ സർവീസ് എന്ന് പറയുന്ന ഈ മേഖലയാണ്. വലിയ റിട്ടേൺ നൽകുന്ന ഒരു കമ്പനിയാണിത്. ഇത്തരത്തിൽ വലിയ റിട്ടേൺ നൽകുന്ന 5 കമ്പനികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ വളരെ വലിയ ക്യാപിറ്റൽ ഗ്രോത്താണ് ഈ കമ്പനികൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വലിയ റിട്ടേൺ ഇക്കാലത്ത് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ ഇൻട്രസ്റ്റ് റേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഒരു ക്യാപിറ്റൽ ഗ്രോത്താണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ഷെയറുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ വലിയ റിട്ടേൺ ഉണ്ടാവും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതൊരിക്കലും ഒരു അഡ്വൈസ് അല്ല. ഷെയർ മാർക്കറ്റ് നിക്ഷേപം എന്നുള്ളത് എല്ലായ്പ്പോഴും അത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത വളരെ കൂടുതലാണ്. ലാഭസാധ്യത പോലെ തന്നെ നഷ്ടസാധ്യതയും ഷെയർ മാർക്കറ്റിൽ വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക.